ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്സപ്പ് ബിസിനസ് APIൻ്റെ ബിസിനസ് മാനേജർ എങ്ങനെ വെരിഫൈ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അതിന് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സും കൂടെ വേണം എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ബിസിനസ് അക്കൗണ്ട് വെരിഫൈ ചെയ്യാനുള്ള ഡോക്യുമെൻ്റ് എന്തൊക്കെ ആവശ്യമാണെന്നുള്ളത് നോക്കാം. ഇതിനായി നമുക്ക് പ്രോപ്പറായിട്ടുള്ള അഡ്രസ് പ്രൂഫ് വേണം. അഡ്രസ് പ്രൂഫ്, GST രജിസ്ട്രേഷൻ, ഇൻകോർപ്പറേഷൻ ലൈസൻസ് ഒക്കെ നമുക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പ്രോപ്പറായിട്ടുള്ള കമ്പനിയുടെ ഇമെയിൽ അഡ്രസ്സ് നമുക്ക് ആവശ്യമായിട്ട് വേണം. അത് ഡൊമൈൻ ഉൾപ്പെടുത്തിയിട്ടുള്ള കമ്പനി മെയിലാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ കമ്പനിയാണ് ബിസിനസ് അക്കൗണ്ട് വെരിഫൈ ചെയ്തിരുന്നെങ്കിൽ അതിൽ ഫേസ്ബുക്ക് ബിസിനസ് മാനേജറിൻ്റെ ആക്സസ് നമുക്ക് ആവശ്യമായിട്ട് വരും. പ്രോപ്പറായിട്ടുള്ള യൂട്ടിലിറ്റി ബില്ല്, അത് ടെലിഫോൺ ബില്ലാവാം, എന്തും ആവാം. ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രണ്ട് പേജ് നമുക്ക് വെക്കാനായിട്ട് പറ്റും. ഇത് നിർബന്ധമല്ല. നമ്മൾ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രണ്ട് പേജ് വെക്കുകയാണെന്നുണ്ട് വെച്ചാൽ GSTയിലും അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റിലും സെയിം അഡ്രസ്സ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് റിജക്റ്റ് ആകാനുള്ള പോസിബിലിറ്റീസ് വളരെ കുറവായിരിക്കും. വാട്സപ്പ് ബിസിനസ് APIക്ക് മാറ്റി വയ്ക്കുന്ന വാട്സപ്പ് നമ്പറും ആവശ്യമായിട്ടുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്സപ്പ് ബിസിനസ് APIക്ക് ആവശ്യമായിട്ടുള്ള ഫേസ്ബുക്കിൻ്റെ ബിസിനസ് മാനേജർ എങ്ങനെ വെരിഫൈ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. To initiate the business manager verification, first of all we need to log in to the Facebook business manager. അപ്പോൾ നമ്മൾ ഒരു ബിസിനസ് മാനേജർ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ we be getting all this information. ഇതിപ്പോൾ കറൻ്റ് ഈസി ജോലി എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റിയുടെ ഒരു ബിസിനസ് മാനേജറാണ്. So here we will be able to see the business manager ID, their page, their address, all this information over here. Now let's see, നമുക്കിതൊരു ഈ അക്കൗണ്ട് വെരിഫൈഡ് ആണോ അല്ലേ എന്നുള്ളത് വിൽ വെരിഫൈ. സോ ഹിയർ ബിസിനസ് മാനേജർ വെരിഫിക്കേഷൻ സ്റ്റാറ്റസ് ഈസ് ഷോയിങ് ആസ് അൺവെരിഫൈഡ്. ദാറ്റ് മീൻസ് ഇത് കറൻ്റ് വെരിഫൈഡ് അല്ല. വി നീഡ് ടു അപ്ലോഡ് ദ ഡോക്യുമെൻറ്റ്സ് ഓഫ് ദിസ് പെർട്ടിക്കുലർ എൻറ്റിറ്റി ടു ഗെറ്റ് ഇറ്റ് വെരിഫൈ. ബിഫോർ ദാറ്റ് വി നീഡ് ടു വെരിഫൈ വെദർ ദിസ് പെർട്ടിക്കുലർ എൻറ്റിറ്റി ഈസ് എലിജിബിൾ ഓർ നോട്ട്. അതായത് ഒരു ബിസിനസ് മാനേജർ വെരിഫിക്കേഷൻ ഇനീഷ്യേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എക്സ്റ്റേണൽ ഒരു സോഴ്സ് അപ്ലിഫ്റ്റ് ചെയ്യണം. സേ ഫോർ എക്സാമ്പിൾ അതൊരു ആപ്പ് ഇൻകോർപ്പറേഷൻ ആകാം, അതല്ലെങ്കിൽ ഒരു വാട്സപ്പ് ഇൻ്റഗ്രേഷൻ ആകാം. അപ്പോൾ ഇവിടെ ഈ ഈസി ജോലി എന്ന് പറയുന്നൊരു എൻറ്റിറ്റിയുടെ സ്റ്റാറ്റസ് നമുക്ക് വിൽ ബി ഏബിൾ ടു സീ ഫ്രം ദ സെക്യൂരിറ്റി സെൻറ്റർ. വൺസ് വി ക്ലിക്ക് ഓൺ സെക്യൂരിറ്റി സെൻറ്റർ, ഹിയർ ദ വെരിഫിക്കേഷൻ ഫോർ ഈസി ജോലി ഷോയിങ് ആസ് ഇൻഎലിജിബിൾ. അതായത് ഈ പർട്ടിക്കുലർ ആപ്പിൽ ഇപ്പോൾ കറൻ്റ് ഒരു ഇൻറ്റഗ്രേഷൻ നടക്കാത്തത് കൊണ്ട് ദിസ് ഈസ് ഇൻഎലിജിബിൾ. ഓക്കെ, നൗ I will show you how it will be looks like if I am adding a new WhatsApp account or any other external developer app to the business manager എന്നുള്ളതാണ് അടുത്ത സിനാരിയോ. സോ ഹിയർ ഞാൻ എൻ്റെ ബിസിനസ് മാനേജർ ലോഗിൻ ചെയ്യുമ്പോൾ since I am handling multiple business accounts, I am able to see the entire accounts over here. So what I am trying to do is I am just selecting one of my client account, jewelry. Okay, so once I click on here, again it is asking to enter the OTP. So once I enter the account, will be here also. If I am going to the business info, here the status is showing as unverified. So then the first scenario നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ we need to input the entities information. നമുക്ക് എൻറ്റിറ്റിയുടെ ഇൻഫർമേഷൻ എന്തൊക്കെയാണെന്നുള്ളത് let's say we will take it from the PDF file. So ഇവിടെ jewelry എന്നാണ് legal name and the trade name is also showing as jewelry. So here we need to mention the legal name as jewelry, then country is India, then the street address. So this information we need to copy. നമ്മൾ ഈ ബിസിനസ് മാനേജർ വെരിഫിക്കേഷന് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കേസ് എന്താണെന്ന് വെച്ചാൽ ഒരു ഗവൺമെൻറ് KYC ആകണം എന്നുള്ളതാണ് കണ്ടീഷൻ. സോ GST സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ കമ്പാരിറ്റീവ്ലി എല്ലാ ഇൻഫർമേഷനും അതിലുണ്ടായിരിക്കും. ഇനി അതെല്ലാം നമ്മൾ ഒരു ഏതെങ്കിലും ഒരു നോർമൽ ഡോക്യുമെൻറ്റ് അതായത് ആണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ അതിൽ ഫുൾ ഇൻഫർമേഷൻ ഉണ്ടായിക്കോണമെന്നില്ല. സോ ഇറ്റ്സ് ബെറ്റർ ആൾവേസ് ടു കീപ്പ് ഓർ അപ്ലോഡ് ദ GST സർട്ടിഫിക്കറ്റ്. ഈ ഇൻഫർമേഷൻസ് എല്ലാം വി നീഡ് ടു പ്രൊവൈഡ് ഓവർ ഹിയർ. So now let's see. ഈ ഒരു പർട്ടിക്കുലർ അക്കൗണ്ട് വി ഹാവ് ഓൾറെഡി ക്രിയേറ്റഡ് വൺ വാട്സപ്പ് അക്കൗണ്ട്. Okay, so here if I'm going to the security center,
we'll be able to see it's eligible for verification. So now we need to start the process. So what I'm doing is I'm just clicking on the start verification. Again, get started. This is India itself. All the informations which we have incorporated over here. Then again the tax ID. Then you click on the next button. So now here it will be asking to type of verification method. By default email ആയിരിക്കും കിടക്കുന്നുണ്ടാവും. So it's better you can incorporate and you can be ready with your email address. So I'm just clicking on email. Then I click on the next. Again it will be asking to upload the documents of this entity. So verify legal name of the business. So what I'm doing is I'm just trying to upload the GST certificate. I have taken the upload. Then again, did you the document includes the business phone number or address? So currently there is no phone number there. Then again, let's say as a supporting document, what we can do is we can upload a bank statement also. So what I'm doing is I'm uploading the business bank statement as a supporting document. Bank statement ആണ് നമ്മളിപ്പോൾ കറണ്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. Then click on the next. സോ ഇനിയാണ് നമുക്ക് മെയിൽ വെരിഫിക്കേഷൻ ഇനിഷ്യേറ്റ് ചെയ്യേണ്ടത്. സോ ഇവിടെ എൻറ്റിറ്റി കസ്റ്റമറുടെ മെയിൽ ഐ ഡി എന്ന് പറയുന്നത് ഓക്കെ. സോ കറൻ്റ്ലി ദ ഡോക്യുമെൻറ്റ്സ് ഹാസ് ബീൻ സബ്മിറ്റഡ്. താങ്ക് യു ഫോർ സബ്മിറ്റിംഗ് യുവർ ഇൻഫോ. ഇറ്റ് വിൽ ടേക്ക് 2 business days to review your submission. We will update your verification status after review is completed. സോ വൺസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വിൽ ബി ഏബിൾ ടു സീ ഇൻ റിവ്യൂ. അപ്പോൾ എല്ലാവർക്കും വാട്സപ്പ് ബിസിനസ് APIക്ക് വേണ്ടിയിട്ടുള്ള ഫേസ്ബുക്ക് ബിസിനസ് മാനേജർ എങ്ങനെ വെരിഫൈ ചെയ്യണം എന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.